ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ആൻസറാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മലയാളം മീഡിയത്തിൻ്റെ എല്ലാ ആൻസറും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ ഓർഗാനിസംസ് ഇൻ ദ ഗിവൻ പിക്ചർ. ഒന്നാമത്തേത് പാരമീസിയാണ്, രണ്ടാമത്തേത് യൂഗ്ലിനെയാണ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് ടു ഒബ്സർവ് ദിസ് ഓർഗാനിസം. മെറ്റീരിയൽസ് റിക്വയർഡ്: മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, ഹെയ് സോക്ഡ് വാട്ടർ. പ്രൊസീജിയർ എഴുതുക. നിങ്ങൾക്ക് പ്രൊസീജിയർ എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ താഴെ എഴുതാം. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹെയ് സോക്ഡ് വാട്ടർ ഓൺ എ സ്ലൈഡ്, പ്ലേസ് ദ കവർ ഗ്ലാസ് ആൻഡ് ദെൻ ഒബ്സർവ് ഇറ്റ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. പ്ലാന്റ് സെല്ലും, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് ആനിമൽ സെല്ലാണ് അല്ലേ? പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല്. ഓക്കെ, നമുക്കറിയാം ക്ലോറോഫില്ല് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? പ്ലാന്റ് സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ സ്മോൾ വാക്യൂളാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 3 ഇവിടെ വരും. അപ്പം ബിഗ് വാക്യൂള് ഇവിടെ. അപ്പോൾ 1ഉം 4ഉം പ്ലാന്റ് സെല്ലിലും, പിന്നെ എന്താണ് എ ആനിമൽ സെല്ലെന്ന് എഴുതി. പിന്നെ എന്താ ഉള്ളത്? 2 സെൽ വാള് ആനിമൽ സെല്ലിലില്ല. ഓക്കെ, പ്ലാന്റ് സെല്ലിൽ ക്ലോറോഫിൽ പ്രസൻറ്റ് ആൻഡ് ബിഗ് വാക്യൂൾ സീൻ. ആനിമൽ സെല്ലാകുമ്പോൾ എന്ത് വരും? സ്മോൾ വാക്യൂളാണ്, പിന്നെ സെൽ വാൾ ഈസ് നോട്ട് പ്രസൻറ്റ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. നെയിം ദ പാർട്സ് മാർക്ക് 1, 2, 3 and 4 ഇൻ ദ പിക്ചർ. നമുക്കറിയാം സ്റ്റിഗ്മ എഴുതാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തേത് സ്റ്റിഗ്മ, 2 സ്റ്റൈൽ, 3rd ആന്തർ, 4ാമത്തേത് ഒവ്യൂള്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ചേഞ്ചസ് occur in the following parts of a flower when it becomes fruit? അപ്പോൾ ഇത് ഫ്രൂട്ടായി മാറുമ്പം ഈ ഭാഗങ്ങൾക്കൊക്കെ എന്ത് ചേഞ്ചാണ് വരിക എന്നാണ് ചോദിച്ചത്. പെഡിസിൽ എന്താകും? പെഡിസിലിന് കട്ടി കൂടും അല്ലേ? പെഡിസിൽ ബിക്കം ഹാർഡ്. പെഡിസിൽ ഹാർഡാകും. പിന്നെയോ കൊറോള കൊഴിയും അല്ലേ? കൊറോള ഫോൾ. ഓവ്യൂള് എന്തായി മാറും? സീഡായി മാറും. ഓവറി ഫ്രൂട്ടായി മാറും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, പെഡിസിൽ ഹാർഡാകും, ഹാർഡ് കേട്ടോ, ഹാർഡാകും. കൊറോള കൊഴിഞ്ഞു പോകും. ഒവ്യൂള് സീഡാവും. ഓവറി ഫ്രൂട്ടാകും. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സം പ്ലാന്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സീൻ ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. റൈറ്റ് ദ നെയിം ഓഫ് സച്ച് ഫ്ലവർ. അത് യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. ഓക്കെ, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഓക്കെ, ഓക്കെ, ആക്ടിവിറ്റി 3 നോക്കാം. ഒബ്സർവ് ദ ഫ്രൂട്ട്സ് ഗിവൺ ബിലോ. വിച്ച് ഫ്രൂട്ട് ഈസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ ഫ്ലവർ? അത് കസ്റ്റേർഡ് ആപ്പിളാണ് അല്ലേ? ഓക്കെ, നോക്കാം. കസ്റ്റേർഡ് ആപ്പിളാണ് സിംഗിൾ ഫ്ലവറിന് വരുന്നത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ജാക്ക് ഫ്രൂട്ട് ആർ ഗിവൺ ബിലോ. ചക്കയായിട്ട് റിലേറ്റ് ചെയ്ത് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചത്. അതിൽ 2ഉം 4ഉം ആണ് കറക്റ്റ് കേട്ടോ. 2, 4 ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫ്രൂട്ട് ബേസ്ഡ് ഓൺ ദെയർ ഫീച്ചേഴ്സ്. റൈറ്റ് ദ നെയിം ഓഫ് ദി ഗ്രൂപ്പ്. ഗ്രേപ്സ്, പിയർ, പോളിയൽത്തിയ ഫ്രൂട്ട്, മാംഗോ, ആപ്പിൾ ആൻഡ് കസ്റ്റേർഡ് ആപ്പിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കതിനെ ഗ്രൂപ്പാക്കി മാറ്റാം. ഓക്കെ, നമുക്ക് സിമ്പിൾ ഫ്രൂട്ട്, ഫാൾസ് ഫ്രൂട്ട് ആൻഡ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആക്കിയിട്ട് ഇങ്ങനെ കോളം വരച്ചിട്ട് എഴുതാം. സിമ്പിൾ ഫ്രൂട്ടിൽ വരുന്നത് മാംഗോ ആൻഡ് ഗ്രേപ്പ്. ഫാൾസ് ഫ്രൂട്ടിൽ വരുന്നത് പിയറും ആപ്പിളും ആണ്. പോളിയൽത്തിയ ഫ്രൂട്ടും കസ്റ്റേർഡ് ആപ്പിളും വരുന്നത് അഗ്രിഗേറ്റ് ഫ്രൂട്ടിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ മൊബൈൽ ചാർജിങ്. റൈറ്റ് ദ എനർജി ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദിസ് ആക്ടിവിറ്റി. ആദ്യം തന്നെ ഇലക്ട്രിക് ചാർജ് ആണ് അല്ലേ? ഓക്കെ, അപ്പം ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജിയായി മാറും? കെമിക്കൽ എനർജി ആയിട്ട് മാറും. പിന്നീട് വീണ്ടും അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, ഞാനിവിടെ ഷോർട്ടാണ് എഴുതിയത്. നിങ്ങളത് ഇവിടെ സ്പേസ് ഇല്ല, അപ്പം നിങ്ങൾ എഴുതിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി, ദെൻ ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ടു ഹീറ്റ് എനർജി ഇൻ എൻ ഇലക്ട്രിക് കുക്കർ. Write any 2 live situations
ഇൻ വിച്ച് സിമിലർ എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഹീറ്റർ, ഓവൻ ആൻഡ് അയൺ ബോക്സ്, ഇനി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും കൂടി എഴുതി ചേർക്കാം. ഓക്കെ, 2 എണ്ണം മതി, 2 എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫയർവുഡ് ബേണിംഗ് ഉണ്ട്, പിന്നെ വർക്കിംഗ് ഓഫ് എ ജനറേറ്റർ. നമ്മൾ ആദ്യത്തെ കേസ് നോക്കാം. ഇവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്, ലൈറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നു, ലൈറ്റ് നമുക്ക് വേണ്ട, അപ്പോൾ അത് നോട്ട് യൂസ്ഡ്. ഇവിടെ വർക്കിംഗ് ഓഫ് എ ജനറേറ്ററിൽ നമ്മൾ മെക്കാനിക്കൽ എനർജിയാണ് ജനറേറ്ററിൽ ഉണ്ടാവുക അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ ഇലക്ട്രിക്കൽ എനർജി. ഇവിടെ ആകുമ്പോൾ ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് നമുക്ക് വേണ്ട അല്ലേ? അപ്പോൾ നോട്ട് യൂസ്ഡ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് എൻ ഒനിയൻ സെല്ല്. അപ്പം ഉള്ളിയുടെ തോലാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കത് ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ നമ്പർ നമ്മൾ സെൽ വോളാണ്, രണ്ടാമത്തേത് സെൽ മെംബ്രെയിൻ ആണ്. നിങ്ങൾ ശരിയാക്കി എഴുതണം കേട്ടോ. മൂന്നാമത്തേത് ന്യൂക്ലിയസും നാലാമത്തേത് സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ. ദ പാർട്സ് ഓഫ് ആനിമൽ ബോഡി ആർ മെയ്ഡ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് സെൽ. അത് കറക്റ്റാണ്. ദ ഡിഫറെൻറ്റ് സൈസ് ഇൻ ദ size of organism is due to the different in the size of cell. അത് തെറ്റാണ്. അടുത്തത് നോക്കാം. ക്ലോറോഫിൽ is present only in plants. അത് കറക്റ്റാണ്. പാർട്സ് ഓഫ് എ പ്ലാന്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് സെൽ. അല്ലേ? അപ്പോൾ അതും തെറ്റാണ്. അപ്പം 1ഉം 3ഉം ആണ് ശരി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 4ഉം ആണ് റോങ് ആയിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ മാറ്റാം? ഓക്കെ, നമുക്ക് എങ്ങനെ മാറ്റാം? ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഓർഗാനിസം ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്. ഓക്കെ, അടുത്തത് നോക്കാം. ദ പാർട്ട് ഓഫ് എ പ്ലാന്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് എന്ന് എഴുതിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ സെൻട്രൽ പാർട്ട് ദാറ്റ് കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് എ സെൽ. അത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തത് കളഞ്ഞിട്ട് വേണം നമ്മൾ മുകളിൽ എഴുതിയത് ഇവിടേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. സെലക്ട് നെസസറി മെറ്റീരിയൽസ് ഫ്രം ദോസ് ഗിവൺ ബിലോ ടു ഡു ആൻ ആക്ടിവിറ്റി ടു എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. റൈറ്റ് ദ പ്രൊസീജിയർ. നമുക്കറിയാം ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ കോളത്തിൽ നിന്ന് നമുക്ക് ഏതൊക്കെ എടുക്കാൻ പറ്റും? ഐസ്ക്രീം ബോളും എടുക്കാം. മെറ്റീരിയൽസ് റിക്വയർഡിൽ അല്ലേ? ഐസ് ആൻഡ് ഐസ്ക്രീം ബോൾ. ഇനി അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ എഴുതുന്നത് നോക്കാം. മെറ്റീരിയൽസ് നീഡഡ് ഐസ് ആൻഡ് ഐസ്ക്രീം ബോൾ. പ്രൊസീജിയർ: ടേക്ക് ഐസ്ക്രീം ബോൾ ആൻഡ് എ ഐസ് ക്യൂബ്. പ്ലേസ് ദ ഐസ് ക്യൂബ് ഇൻ ടു ദ ഐസ്ക്രീം ബോൾ. കീപ്പ് ഇറ്റ് ഇൻ റൂം ടെമ്പറേച്ചർ. തേർഡ്, ഒബ്സർവ് ദ ചേഞ്ചസ് ഓഫ് ഐസ് ഇൻ ടു വാട്ടർ. ഓക്കെ, അവിടെ ഒരു എനർജി സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നുണ്ട്. ഇനിയോ, വാട്ടർ ഓൺ ഫർദർ ഹീറ്റിംഗ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു സ്റ്റീം. ഓക്കെ, അടുത്ത എനർജി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. നിങ്ങൾക്ക് നോക്കി എഴുതാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൻ ബിലോ. ആദ്യം തന്നെ ബി എന്താവും? ഇവിടെ വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യണം അല്ലേ? ഹീറ്റ് അബ്സോർബ് ഹീറ്റ് എന്ന് എഴുതുക. എന്നിട്ട് എന്തായി മാറും? അത് സ്റ്റീമായിട്ട് മാറും. ഓക്കെ, സി സ്റ്റീം, ബി അബ്സോർബ് ഹീറ്റാണ് കേട്ടോ. എന്നിട്ട് സ്റ്റീം ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ അത് വാട്ടറായിട്ട് മാറും. ദെൻ അടുത്തത് റിലീസ് ഹീറ്റ്. വാട്ടർ ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? ഐസായിട്ട് മാറും. ഓക്കെ, മനസ്സിലായോ? ഇവിടെ അബ്സോർബ് ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് അല്ലേ? അബ്സോർബ് ഹീറ്റ്, അപ്പോൾ അതെന്തായി മാറും? സ്റ്റീമായിട്ട് മാറും. പിന്നെ സ്റ്റീം ഹീറ്റ് റിലീസ് ചെയ്യും, അത് വാട്ടറായിട്ട് മാറും. വാട്ടർ എന്ത് ചെയ്യും? റിലീസ്, ഇവിടെ വീണ്ടും റിലീസ് ഹീറ്റ്, എന്നിട്ട് ഐസായിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Pollination in wheat plant take place through wind. Write 2 peculiarities of wheat flower in which pollination take place through winds. അപ്പോൾ നമുക്കറിയാം ഗോതമ്പ് ചെടിയിലൊക്കെ പോളിനേഷൻ നടക്കുന്നത് വിൻഡിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന്. അപ്പോൾ ഇങ്ങനെ നടക്കാൻ ആ ചെടിയെ സഹായിക്കുന്ന 2 പെക്യുലാരിറ്റീസാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അത് നോക്കാം. ഞാൻ ഈ റൗണ്ട് ചെയ്തതാണ് ആൻസർ. ഹാവ് എ ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആൻഡ് പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റർ ഇൻ വെയിറ്റ്, അല്ലേ? ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ്. പിന്നെ ഒരുപാട് നമ്പർ ഓഫ് പോളൻ ഗ്രെയിനും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദി പ്ലാന്റ് ഈസ് സീൻ ഇൻ വൈറ്റ് കളർ? ഓക്കെ, ഇവിടെ വൈറ്റ് കളറിൽ കാണിക്കുന്ന ഭാഗം ഏതാണെന്നാണ്. അത് അതിൻ്റെ ചെടിയുടെ ലീഫാണ് കേട്ടോ, ലീഫ്. ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് ദ പ്ലാന്റ് ടു അട്രാക്റ്റ് പോളിനേറ്റേഴ്സ്, അല്ലേ? പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ടു അട്രാക്റ്റ് പോളിനേറ്റേഴ്സ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കാം. നെയിം എ പ്ലാന്റ് ഇൻ വിച്ച് മോത്ത് ഹെൽപ്സ് ഇൻ ഇറ്റ് പോളിനേഷൻ. അപ്പോൾ മോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നിശാശലഭം. അപ്പം നിശാശലഭം പോളിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ പേര് എഴുതാനാണ്. നിശാശലഭം എപ്പോഴാണ് ഉണ്ടാവുക? രാത്രിയാണ്, അല്ലേ? അപ്പം ഏതാണ്? വൈറ്റ് ഫ്ലവേഴ്സിലായിരിക്കും പോളിനേഷൻ നടത്തുക. അപ്പം നമുക്ക് എന്തെഴുതാം? ജാസ്മിൻ എഴുതാം, അല്ലേ? ജാസ്മിൻ എഴുതാം. ഓക്കെ, പിന്നെ വൈറ്റ് ഫ്ലവർ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന വൈറ്റ് ഫ്ലവേഴ്സൊക്കെ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 8. ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദ സിറ്റുവേഷൻസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ചേഞ്ച് ഇൻ 2 ഗ്രൂപ്പ്സ് ആൻഡ് ഗിവ് സ്യൂട്ടബിൾ ഹെഡിങ്. നമുക്കിതിനെ ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും ആക്കി ഡിവൈഡ് ചെയ്യാം, അല്ലേ? 2 കോളത്തിൽ ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്. ഞാനിവിടെ ഷോർട്ട് ഫോമാണ് എഴുതുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ കെമിക്കൽ ചേഞ്ച് ആണ്. വാട്ടർ ബിക്കം വാട്ടർ വേപ്പർ, അത് ഫിസിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. മാംഗോ റൈപ്പൻ കെമിക്കൽ ചേഞ്ചാണ്. ഇവിടെ സി ഇട്ടത് എല്ലാം കെമിക്കൽ ചേഞ്ചും പി ഇട്ടതെല്ലാം ഫിസിക്കൽ ചേഞ്ചുമാണ്. മെൽറ്റിംഗ് ഓഫ് ഷുഗർ കെമിക്കൽ ചേഞ്ചാണ്. ടിയറിംഗ് ഓഫ് പേപ്പർ ഫിസിക്കൽ ചേഞ്ച്. മെൽറ്റിംഗ് ഓഫ് വാക്സ് ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് എന്ന് എഴുതണം. ഫിസിക്കൽ ചേഞ്ച് അതാണ് ഒരു കോളത്തിൽ വേണ്ടത്. അടുത്ത കോളത്തിൽ എന്താണ്? കെമിക്കൽ ചേഞ്ച്, അല്ലേ? കെമിക്കൽ ചേഞ്ച് എന്ന് എഴുതണം. എന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതിനെ ഡിവൈഡ് ചെയ്ത് 2 ഗ്രൂപ്പാക്കി തരംതിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 2 പെക്യുലാരിറ്റീസ് ഈച്ച് ഓഫ് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദീസ് 2 ഗ്രൂപ്പ്സ്. അപ്പോൾ 2 പെക്യുലാരിറ്റീസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഭൗതിക മാറ്റത്തിൻ്റെ പ്രത്യേകത എന്താ? ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടി, ആകൃതിയിലും അതുപോലെ തന്നെ ഇതാ സച്ച് സ്റ്റേറ്റ്, ഷേപ്പ് ഓർ സൈസ്, അതിലുള്ള വ്യത്യാസമാണ് ഫിസിക്കൽ ചേഞ്ച്. അവിടെ ന്യൂ സബ്സ്റ്റൻസ് ആർ നോട്ട് ഫോംഡ്. ഓക്കെ, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല. മനസ്സിലായല്ലോ? ന്യൂ സബ്സ്റ്റൻസ് ആർ നോട്ട് ഫോംഡ്. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ ദ ഷേപ്പ്, സ്റ്റേറ്റ് ആൻഡ് സൈസ്. ഓക്കെ, അതാണ് ഫിസിക്കൽ ചേഞ്ചിലുള്ള പെക്യുലാരിറ്റീസ്. ഇനി നമുക്ക് കെമിക്കൽ ചേഞ്ചിൻ്റെ നോക്കാം. ഇവിടെ ന്യൂ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഓക്കെ, ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊരു പെർമനൻറ്റ് ചേഞ്ചാണ്. അതാണ് കെമിക്കൽ ചേഞ്ചിൻ്റെ പെക്യുലാരിറ്റീസ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ആൻസർ നോക്കാം.